കോൺഗ്രസും ഘടകകക്ഷികളും തമ്മിലുള്ള ഭിന്നതകൾക്കിടെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. ബി.ജെ.പിയുമായി ഡീൽ എന്ന ആരോപണത്തിൽ CPM പ്രതിഷേധം അറിയിക്കും. DMK, ആം ആദ്മിയും യോഗം ബഹിഷ്കരിച്ചിട്ടുണ്ട്. രാകേഷ് നൽകും വിശദാംശങ്ങൾ. രാകേഷ്, രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ വിട്ടുനിൽക്കുന്നു. CPM അവരുടെ അതൃപ്തി മുന്നണിയിൽ ഇന്ന് യോഗത്തിൽ അറിയിക്കും. എന്താണ് വിശദാംശം? യോഗം എങ്ങനെ പുരോഗമിക്കുന്നു? അതാരുണ്യ, വലിയ ഭിന്നതകൾ നിലനിൽക്കെ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഇപ്പോൾ ഡൽഹിയിൽ ചേരുന്നത്. 12 മണിക്ക് ഈ യോഗം ആരംഭിച്ചിട്ടുണ്ട്. DMK ഏതായാലും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. കാരണം തമിഴ്നാട്ടിൽ ഏറെ നാളായി DMK കോൺഗ്രസ് സഖ്യവും ഒന്നിച്ചാണ് മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായതിന് പിന്നാലെ കോൺഗ്രസ് TVK സഖ്യത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഇതിൽ വലിയ അമർഷം DMKയ്ക്കുണ്ട്. ഏതായാലും DMK യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. മറ്റൊന്ന് ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടി നേരത്തെ തന്നെ ഇന്ത്യ സഖ്യം വിട്ടതാണ്. പക്ഷേ കഴിഞ്ഞ യോഗത്തിൽ, അതായത് ഏപ്രിൽ മാസത്തിൽ പാർലമെന്റ് സമ്മേളനത്തിനിടെ നടന്ന യോഗത്തിൽ ആം ആദ്മി പാർട്ടി പങ്കെടുത്തിരുന്നു. അത് മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട യോഗമായിരുന്നു. അന്ന് ആം ആദ്മി പാർട്ടി ഇപ്പോൾ വിശദീകരിക്കുന്നത് അത് പ്രതിപക്ഷ യോഗം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പങ്കെടുത്തത്, ഇന്ത്യ സഖ്യം എന്ന നിലയിലല്ല എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ വിശദീകരണം. ഏതായാലും യോഗത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ആദ്യം ആമുഖ പ്രസംഗം നടത്തി. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ മണ്ഡല പുനർനിർണയം അടക്കമുള്ള ബില്ലുകൾ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു, അത് ഒരുമിച്ച് നിന്നുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ ഐക്യം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം, എങ്കിൽ മാത്രമേ മോദി സർക്കാരിന് വലിയ വെല്ലുവിളി ഉയർത്താൻ കഴിയൂ എന്നാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. കൂടാതെ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ രാഷ്ട്രീയ എതിരാളികൾക്ക് മേൽ ഉപയോഗിക്കുന്ന പതിവ് കേന്ദ്ര സർക്കാർ ഇപ്പോഴും തുടരുകയാണ്. ഭരണഘടനയ്ക്ക് മേൽ ഇപ്പോഴും നിരന്തരം ആക്രമണം നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ പരീക്ഷാ സമ്പ്രദായം അടക്കമുള്ള വിഷയങ്ങൾ, അവിടെ വീഴ്ചകൾ നിരന്തരം ആവർത്തിക്കപ്പെടുന്നു. കൂടാതെ വിദേശ നയം തകിടം മറിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഖർഗെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിനുശേഷം സംസാരിച്ചത് അഖിലേഷ് യാദവാണ്. അഖിലേഷ് യാദവ് DMKയുടെ കാര്യം എടുത്തു പറയുകയും ചെയ്തു. കാരണം ഏറെ നാളായി ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയായിരുന്നു DMK. അവരെ മുന്നണിയിലേക്ക് മടക്കി കൊണ്ടുവരണം എന്നൊരാവശ്യമാണ് അഖിലേഷ് യാദവ് ചൂണ്ടിക്കാണിച്ചത്. അതിനുശേഷം ഇനി ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ സംസാരിക്കുമ്പോൾ തീർച്ചയായും കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഡീൽ ആരോപണം ഉന്നയിച്ചത്, അതിൽ വിശദീകരണം വേണമെന്നൊരാവശ്യം CPM ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്തും നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അക്കാര്യം തന്നെയായിരിക്കും ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാണിക്കുക. ഏതായാലും യോഗം ഇപ്പോഴും തുടരുകയാണ്. സ്വാഭാവികമായും അടുത്ത പാർലമെന്റ് സമ്മേളനം അടക്കം നടക്കുന്നുണ്ട്. അതിൽ രൂപീകരിക്കേണ്ട അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ, പ്രത്യേകിച്ച് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അടക്കമുള്ള വിഷയങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് യുവാക്കൾ തെരുവിലിറങ്ങുന്ന സമയമാണ്. അപ്പോൾ ആ വിഷയം പ്രതിപക്ഷ പാർട്ടികളെ ഏറ്റെടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ചർച്ച ഇന്നത്തെ യോഗത്തിൽ ഏതായാലും ഉണ്ടാകും. അരുണ്യ.